എല്ലാവർക്കും ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 4 പാർട്ട് 2 എന്ന ഈ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ മൊഡ്യൂൾ 4 പാർട്ട് 1 എന്ന ടോപ്പിക്കിൽ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്സ് ആണ് എടുത്തത്. അതിൽ കോസ്റ്റിംഗിന്റെ ബേസിക്സ് ആയ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. എലമെന്റ്സ് ഓഫ് കോസ്റ്റ്. കോസ്റ്റ് എന്ന കൺസെപ്റ്റിനെ പ്രധാനമായും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ് ആൻഡ് എക്സ്പെൻസസ്. അപ്പോൾ ഒരു ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ അവിടെ മൂന്ന് ഡിഫറെന്റ് എൻറ്റിറ്റീസ് ആണുള്ളത്. മെറ്റീരിയൽ, ലേബർ, ദെൻ അതർ സർവീസസ്. ഈ മൂന്നിനും കോസ്റ്റ് ആവശ്യമുണ്ട്. മെറ്റീരിയലിന് വേണ്ടി ചെലവാക്കുന്ന പൈസയെ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയും. ലേബർ അല്ലെങ്കിൽ വർക്ക് ഫോഴ്സിന് വേണ്ടി ചെലവാക്കുന്ന പൈസയെ ലേബർ കോസ്റ്റ് എന്ന് പറയും. ഇത് കൂടാതെയുള്ള ചെലവുകളെ എക്സ്പെൻസസ് എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. അപ്പൊ മെറ്റീരിയൽ കോസ്റ്റ് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ലേബർ കോസ്റ്റ് അഗൈൻ ക്ലാസിഫിക്കേഷൻ, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്. എക്സ്പെൻസസ് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെ പറയുന്ന വേറൊരു പേരാണ് ഓവർഹെഡ്. ഈ ഓവർഹെഡ് എന്നുള്ള കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ കുറെ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓവർഹെഡ്സ് എന്താണെന്ന് നിങ്ങൾ ഈ മോഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. ഓവർഹെഡ്സ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഫിക്സ്ഡ് ഓവർഹെഡ്സ് ആൻഡ് വേരിയബിൾ ഓവർഹെഡ്സ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെയാണ് ഓവർഹെഡ് എന്ന് പറയുക. അത് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫിക്സ്ഡ് ഓവർഹെഡ് എന്നും വേരിയബിൾ ഓവർഹെഡ് എന്നും. മെറ്റീരിയൽ കോസ്റ്റ് രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. അപ്പൊ അതിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. അതെന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വിച്ച് ബിക്കംസ് എ പാർട്ട് ഓഫ് ദ പ്രൊഡക്റ്റ് മാനുഫാക്ചർഡ് ഈസ് നോൺ ആസ് ഡയറക്റ്റ് മെറ്റീരിയൽ. ദ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ ഈസ് കോൾഡ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് അതിലേക്ക് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ, അതിന് വേണ്ട കോസ്റ്റ്, അതിനെയാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. Direct material is traceable to the product or job. It can be measured and charged directly to the cost of product. ഡയറക്റ്റ് ആയിട്ട് ആ പ്രൊഡക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മെറ്റീരിയൽസ്, അതിന്റെ കോസ്റ്റ്, അതിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, കോസ്റ്റ് ഓഫ് സ്റ്റീൽ ഇൻ എ HSS ടൂൾ ബിറ്റ്, കോസ്റ്റ് ഓഫ് ഗൺ മെറ്റൽ ഇൻ എ പെർട്ടിക്കുലർ ബെയറിംഗ്, കോസ്റ്റ് ഓഫ് വുഡ് ഇൻ വുഡൻ ഫർണിച്ചർ എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ലെയ്ത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ലെയ്ത്തിൽ നിങ്ങൾ ഒരു വർക്ക് പീസ് ടേൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ആ വർക്ക് പീസിന് വേണ്ടി ചിലവാക്കുന്ന പൈസയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ വുഡൻ ഫർണിച്ചേഴ്സ് ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ വുഡിന് വേണ്ട കോസ്റ്റ്, അതാണ് അവിടുത്തെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. എക്സ്പെൻറ്റ് ആ വുഡ് വാങ്ങാൻ വേണ്ടി മാത്രം ചിലവാക്കിയ പൈസ, അതാണ് അവിടുത്തെ ഡയറക്റ്റ് മെറ്റീരിയൽ. അതിന് വേണ്ട ഡയറക്റ്റ് കോസ്റ്റ്, അതിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽസ് ഈസ് ഓൾസോ കോൾഡ് ആസ് പ്രൈം കോസ്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് കോസ്റ്റിനെ പറയുന്ന വേറൊരു പേരാണ് പ്രൈം കോസ്റ്റ് മെറ്റീരിയൽ എന്ന്. പ്രൈം കോസ്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാലും ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാലും ഒരേ കൺസെപ്റ്റ് ആണ്. ഇറ്റ് കംപ്രൈസസ് ഓഫ് മെറ്റീരിയൽസ് സ്പെഷ്യലി പർച്ചേസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പർച്ചേസ് ചെയ്ത പ്രൊഡക്ട്സിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിൽ ഉൾപ്പെടുത്താറുള്ളത്. സെക്കൻഡ് വൺ, മെറ്റീരിയൽ പാസിംഗ് ഫ്രം വൺ ഓപ്പറേഷൻ ടു അനദർ ഓർ ഫ്രം വൺ പ്രോസസ് ടു അനദർ. ഒരു പ്രോസസ്സിന് അടുത്ത പ്രോസസ്സിലേക്ക് പാസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. ഇപ്പൊ ലേഔട്ടിന്റെ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സെക്ഷനിൽ അടുത്ത സെക്ഷനിലേക്ക് മെറ്റീരിയൽസ് പോകുന്നു. അപ്പോൾ ഒരു സെക്ഷനിൽ അടുത്ത സെക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മെറ്റീരിയൽസിനെയും നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽസ് ആയിട്ടാണ് പറയുക. അതിന്റെ കോസ്റ്റിനെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിൽ ഉൾപ്പെടുത്താറുണ്ട്. പ്രൈമറി പാക്കേജിംഗ് മെറ്റീരിയൽസ് ലൈക്ക് റാപ്പിംഗ്സ്, കാർഡ്ബോർഡ് ബോക്സസ്, കാർട്ടൂൺസ്, തെർമോകോൾ പാക്കിംഗ്സ് എക്സെട്ര. ഈ മെറ്റീരിയൽസ് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റ് പാക്ക് ചെയ്യാൻ വേണ്ട മെറ്റീരിയൽസിനെയും ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിലാണ് പറയാറുള്ളത്. ഒരു വെൽ മെയ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വെല്ലായി പാക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കവർ ചെയ്യേണ്ടി വരും. അതിന് വേണ്ട മെറ്റീരിയൽ കോസ്റ്റിനെയും ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മെറ്റീരിയൽ കോസ്റ്റിന്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്താണെന്ന് നോക്കാം. An indirect material cost is one which is necessary in the production process, but it is not directly used in the product itself.
ഇപ്പോൾ എക്സാമ്പിൾസ് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. കോട്ടൺ വേസ്റ്റ്, ഗ്രീസ്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ്, സാൻഡ് പേപ്പേഴ്സ്, കൂളൻസ് എക്സെട്ര. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ആവശ്യമുള്ള വസ്തുക്കളാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. പക്ഷെ അവയുമായി നേരിട്ട് അതിന് റിലേഷൻസ് ഉണ്ടാവില്ല. ഈ കോട്ടൺ വേസ്റ്റ് ആണെങ്കിലും ഗ്രീസ് ആണെങ്കിലും ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ആണെങ്കിലും നിങ്ങളെല്ലാം ലെയ്ത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്ത വസ്തുക്കളാണ്. പക്ഷേ ഇവിടെ HSS ടൂൾ ബിറ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു വർക്ക് പീസ് പോലെയോ ഈ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ആവശ്യമില്ല. അതിന് സപ്പോർട്ടിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന അഡീഷണൽ ആയ സംഗതികളാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ വരുന്നത്. ഇപ്പോൾ കോട്ടൺ വേസ്റ്റ് ആണെങ്കിലും ഗ്രീസ് ആണെങ്കിലും ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ് ആണെങ്കിലും ഡയറക്റ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സുമായി ബന്ധമില്ല, പക്ഷെ അവയെ സഹായിക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ്. ഇവയാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഇപ്പൊ മുകളിൽ പറഞ്ഞ ഇൻഡയറക്റ്റ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കോസ്റ്റുകളെയാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് നമ്മൾ കടക്കാൻ പോകുന്ന ടോപ്പിക് ലേബർ കോസ്റ്റ്. ലേബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെയാണ് ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെലവാക്കുന്ന പൈസയാണ് ലേബർ കോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലേബർ കോസ്റ്റ് രണ്ട് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്: ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്. സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ്റ്റ് എലമെന്റ് ഈസ് ലേബർ കോസ്റ്റ്. ഇറ്റ് ഇൻക്ലൂഡ് റെമ്യൂണറേഷൻ പെയ്ഡ് ടു ഓപ്പറേറ്റർ ഓർ വർക്കർ ആസ് വേജ്, സാലറി എക്സെട്ര. വർക്കേഴ്സിന് വേജ് ആയിട്ടോ അതുപോലെ തന്നെ മാസശമ്പളമായിട്ടോ കൊടുക്കുന്ന എമൗണ്ടിനെ ലേബർ കോസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലേബർ കോസ്റ്റ് രണ്ട് ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. Direct labor is the one who converts the direct material into a saleable product. He is directly employed in the production process or operation. A turner, a machinist, welder, etc. are direct laborers. ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിലാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഡയറക്റ്റ് വർക്കേഴ്സ്. എക്സാമ്പിൾസ് പറയുന്നുണ്ട്: ടേണേഴ്സ്, മെഷീനിസ്റ്റ്, വെൽഡർ. ടേണറും മെഷീനിസ്റ്റും എല്ലാം ആ വർക്കിനെ, ആ വർക്ക് പീസിനെ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന ആളുകളാണ്. അവരെയാണ് ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ചെലവാക്കുന്ന പൈസയാണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഇൻഡസ്ട്രിയുടെ യഥാർത്ഥ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ ഡയറക്റ്റ് ലേബേഴ്സ് ആയിരിക്കും. അവരായിരിക്കും യഥാർത്ഥ വർക്കിംഗ് ക്ലാസ്സുകൾ. യഥാർത്ഥ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആളുകളെയാണ് ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഇൻഡയറക്റ്റ് ലേബർ ഈസ് ദ നോൺ പ്രൊഡക്റ്റീവ് സ്റ്റാഫ് എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ് ഓർ കണക്റ്റഡ് വിത്ത് ദ റണ്ണിംഗ് ഓഫ് എ ഫാക്ടറി. It is a labor which helps the productive labor in performing their workers. ഇൻഡയറക്റ്റ് ലേബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സുമായി ബന്ധമുണ്ടാവില്ല, പക്ഷെ ഡയറക്റ്റ് ലേബേഴ്സിനെ സഹായിക്കുന്ന ആളുകളെയാണ് ഇൻഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് നോക്കാം: ഫോർമാൻ, സൂപ്പർവൈസർ, സ്റ്റോർ കീപ്പർ, ക്രെയിൻ ഓപ്പറേറ്റർ, മെയിൻ്റനൻസ് മെൻ എക്സെട്ര. മെയിൻ്റനൻസ് മെൻ, നമ്മൾ മെയിൻ്റനൻസ് എന്താണെന്ന് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിൻ്റനൻസിന് വേണ്ടി ആവശ്യമുള്ള കുറച്ച് ആളുകളുണ്ട്. അവർ ഡയറക്റ്റ് ആയ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ റിലേഷൻ ഇല്ല, പക്ഷെ അവരും ഒരു ഇൻഡസ്ട്രിയുടെ അവിഭാജ്യ ഘടകങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് മെയിൻ്റനൻസ് മെൻ ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ ഫോർമാൻ, സൂപ്പർവൈസർ, സ്റ്റോർ കീപ്പർ ഇവർക്കെല്ലാം കൊടുക്കുന്ന പൈസ, ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് നോൺ പ്രൊഡക്റ്റീവ് ലേബർ, അതിനെയാണ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. എലമെന്റ്സ് ഓഫ് കോസ്റ്റിലെ തേർഡ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എക്സ്പെൻസസ്. എക്സ്പെൻസസ് എന്നുള്ള കുറച്ച് വലിയൊരു ഏരിയയാണ്, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തന്നെയുണ്ട്. അപ്പം മെറ്റീരിയലും ലേബറും കൊണ്ട് മാത്രം ഒരു ഇൻഡസ്ട്രിയുടെ ടോട്ടൽ കോസ്റ്റ് ആവുന്നില്ല. ടോട്ടൽ കോസ്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തേർഡ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എക്സ്പെൻസസ്. അപ്പം എക്സ്പെൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. There are several other expenses that are accountable in calculation of selling price of a product. For example, cost of special layout, design, higher charges for special tools and equipment, depreciation charges of plant and buildings, cost of transportation, etc. Expenses is a collective term for all of these costs. So, expenses എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയുടെ വർക്കിങ്ങിന് ആവശ്യമായ മെറ്റീരിയലോ ലേബറോ അല്ലാത്ത എല്ലാ കോസ്റ്റിനെയും പറയുന്ന പേരാണ് എക്സ്പെൻസസ്. അപ്പം അതിന്റെ എക്സാമ്പിൾസ് നോക്കുക. ലേഔട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു പൈസയുടെ ആവശ്യമുണ്ട്, അത് എക്സ്പെൻസസിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡിസൈൻസ്, ഹയർ ചാർജസ്, സ്പെഷ്യൽ ടൂളിനും എക്യുപ്മെന്റിനും ആവശ്യമായ പൈസ, ടൂളിന്റെയും എക്യുപ്മെന്റിന്റെയും പൈസകളെല്ലാം എക്സ്പെൻസസിലാണ് ഉൾപ്പെടുത്താറുള്ളത്. ഡിപ്രിസിയേഷൻ ചാർജസ്, ഡിപ്രിസിയേഷൻ എന്താണെന്നുള്ളത് ഈ മോഡ്യൂളിന്റെ ലാസ്റ്റ് ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ,
മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുക. അതിന് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്നുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആവശ്യമായ കോസ്റ്റ് എല്ലാം എക്സ്പെൻസസിൽ വരുന്നതാണ്. എക്സ്പെൻസസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെ പറയുന്ന വേറൊരു പേരാണ് ഓവർഹെഡ്. നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്താണെന്ന് അടുത്ത് നോക്കാം. Direct expenses. Direct expenses are those which are directly chargeable to the particular product. They include any expenditure other than direct material and direct labor on a specific cost unit. ഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കോസ്റ്റോ ലേബർ കോസ്റ്റോ അല്ലാതെയുള്ള ഡയറക്റ്റ് എക്സ്പെൻസസ്, അതിനെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് കേൾക്കുമ്പോൾ കറക്റ്റായിട്ട് എന്താ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. Such expenses are cost of special layout, design or drawings prepared for a particular job. ഒരു ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ലേഔട്ടുകൾ, ഡിസൈനുകൾ, ഡ്രോയിങ്സ് ഇവയെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. സെക്കൻഡ് വൺ, കോസ്റ്റ് ഓഫ് സ്പെഷ്യൽ പാറ്റേൺസ്, ജിഗ്സ് ഓർ ഫിക്സ്റ്റേഴ്സ് എസ്പെഷ്യലി മെയ്ഡ് ഫോർ എ സ്പെസിഫിക് ജോബ്. സ്പെസിഫിക് ആയിട്ടുള്ള പാറ്റേൺസ്, വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജിഗുകളും ഫിക്സ്റ്റേഴ്സും, ജിഗ്സ് ആൻഡ് ഫിക്സ്റ്റേഴ്സ് എന്നാണ് അറേഞ്ച്മെന്റിനെ പറയുക. അപ്പോൾ കോസ്റ്റ് ഓഫ് സ്പെഷ്യൽ പാറ്റേൺസ്, ജിഗ്സ് ഓർ ഫിക്സ്റ്റേഴ്സ് ഇവയെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസസിന്റെ എക്സാമ്പിൾസ് ആണ്. തേർഡ് വൺ, കോസ്റ്റ് ഓഫ് എക്സ്പെരിമെന്റേഷൻ ഓർ ട്രയൽ കോസ്റ്റ്. ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ട്രയൽ റൺ നടത്തേണ്ട ആവശ്യമുണ്ട്. കാരണം അവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് റിക്വയർഡ് ആയിട്ടുള്ള ഡയമെൻഷനിൽ തന്നെയാണോ, റിക്വയർഡ് ആയിട്ടുള്ള ക്വാളിറ്റിയിൽ തന്നെയാണോ എന്ന് എൻഷുർ ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിന് ട്രയൽ റൺ നടത്തണം. അതിന് പൈസ ചിലവാണ്. അതിനെയാണ് നമ്മൾ ട്രയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ആ ട്രയൽ കോസ്റ്റ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുക. ഫോർത്ത് വൺ, കോസ്റ്റ് ഓഫ് ഡിഫക്റ്റീവ് വർക്ക്. ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം എപ്പോഴും യൂസബിൾ ആവണമെന്നില്ല. ഡിഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് വർക്ക് പീസസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഉണ്ടാവാം. അവയ്ക്ക് വേണ്ടി ചിലവാക്കിയ പൈസ അത് നമുക്ക് റിട്ടേൺ കിട്ടില്ല, പക്ഷെ അത് എക്സ്പെൻസ് തന്നെയാണ്. അതിനെ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫിഫ്ത്ത് വൺ, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ഫോർ മെറ്റീരിയൽ. മെറ്റീരിയൽ ഒരു ലേഔട്ടിലെ ഒരു സെക്ഷനിൽ നിന്നും അടുത്ത സെക്ഷനിലേക്ക് പോകാൻ ആവശ്യമായ കൊണ്ടുചെന്നെത്തിക്കാൻ ആവശ്യമായ എമൗണ്ട്, അതിനാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് എന്ന് പറയുക. അതിന് വേണ്ട എക്സ്പെൻസസ് എല്ലാം ഡയറക്റ്റ് എക്സ്പെൻസസിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എക്സ്പെൻസസിന്റെ സെക്കൻഡ് കാറ്റഗറി ഈസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഓർ ഓവർഹെഡ്. അപ്പോൾ ഓൾ എക്സ്പെൻസസ് ഓവർ ആൻഡ് എബോവ് ഡയറക്റ്റ് മെറ്റീരിയൽ labor and direct expenses are known as overhead or indirect expenses. Overhead are classified into two groups, fixed overhead and variable overhead. മെറ്റീരിയൽ കോസ്റ്റിനും ലേബർ കോസ്റ്റിനും ഡയറക്റ്റ് എക്സ്പെൻസിലും പെടുത്താൻ പറ്റാത്ത എല്ലാ കോസ്റ്റുകളും, 3 ഡയറക്റ്റ് എക്സ്പെൻസസിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത എല്ലാ കോസ്റ്റുകളും ചേർത്തി പറയുന്ന പേരാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഓവർഹെഡുകൾ. ഓവർഹെഡുകൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഫിക്സ്ഡ് ഓവർഹെഡിനും വേരിയബിൾ ഓവർഹെഡിനും. നമുക്ക് ആ എക്സാമ്പിൾസിലേക്ക് കിടക്കാം. ഫിക്സ്ഡ് ഓവർഹെഡ്. Fixed overheads are those which tend to remain relatively constant regardless of the volume of production. ഫിക്സ്ഡ് ഓവർഹെഡ് എന്ന് പറയുന്നത് മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ്. എത്ര വോളിയം പ്രൊഡ്യൂസ് ചെയ്താലും ഈ എമൗണ്ട് ഫിക്സ്ഡ് ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ബ്രേക്ക് ഈവൻ അനാലിസിസ് പഠിച്ചപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് പഠിച്ചിരുന്നു. അതുപോലെ തന്നെ ഓവർഹെഡ്സും ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്, വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതിനെയാണ് ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറയുന്നത്. അത് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റെന്റ്സ്, ടാക്സസ് ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്സ്, ഡിപ്രിസിയേഷൻ അറൈസിംഗ് ഫ്രം ടൈം. റെന്റുകൾ, ടാക്സ്, ബിൽഡിങ്ങിന്റെയും ലാൻഡിന്റെയും ടാക്സുകൾ, ഡിപ്രിസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് ഒരു ഒബ്ജക്റ്റിന്റെ വാല്യൂവിൽ വരുന്ന കുറവ്. ഇപ്പൊ 10 വർഷം കഴിഞ്ഞ ഒരു ഒബ്ജക്റ്റിന് അത് ആദ്യം വാങ്ങിച്ച അതേ എമൗണ്ട് 10 വർഷം കഴിഞ്ഞ് വിറ്റാൽ കിട്ടുകയില്ല. ഒരു മൊബൈൽ ഫോൺ ആണെന്ന് വിചാരിക്കുക. മൊബൈൽ ഫോൺ നിങ്ങൾ 10,000 രൂപയ്ക്ക് ഈ വർഷം വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. 2 വർഷം കഴിഞ്ഞ് നിങ്ങൾ ആ മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കാൻ നിന്നാൽ നിങ്ങൾക്ക് 10,000 രൂപ കിട്ടില്ല, അതിന്റെ എമൗണ്ട് കുറയും. ഇതിനെയാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിപ്രിസിയേഷൻ, റെന്റുകൾ, ടാക്സസ് ഇവയെല്ലാം ഫിക്സ്ഡ് ഓവർഹെഡിൽ വരുന്നതാണ്. ഇനി വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത്, വേരിയബിൾ ഓവർഹെഡ് ആർ ദോസ് വിച്ച് ടെൻഡ് ടു വേരി ഡയറക്ട്ലി വിത്ത് ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രൊഡക്ഷൻ എമൗണ്ട്സിനെയാണ് വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത്.
വോളിയം കൂടുന്നതനുസരിച്ചിട്ട് ആ എമൗണ്ട് കുറയും, വോളിയം കൂടുന്നതനുസരിച്ചിട്ട് ആ എമൗണ്ട് കൂടും. വോളിയവുമായി ഡയറക്റ്റ് റിലേഷൻ ഉള്ള ഓവർ ഹെഡുകളെയാണ് വേരിയബിൾ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഈ ഫിക്സ്ഡ് ഓവർ ഹെഡും വേരിയബിൾ ഓവർ ഹെഡുകളുടെ ജനറൽ ആയ ക്ലാസിഫിക്കേഷൻസ് ആണ്. ഇത് കൂടാതെ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ട് ഓവർ ഹെഡുകൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇൻഡസ്ട്രിയിൽ ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് പിന്നെയും ഫർദർ ആയിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ബേസ്ഡ് ഓൺ ഡിപ്പാർട്ട്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓവർ ഹെഡ്സ് ബേസ്ഡ് ഓൺ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ആ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓവർ ഹെഡുകൾ വരുന്നുണ്ട്. ആ ഓവർ ഹെഡുകളെയാണ് ഓവർ ഹെഡ്സ് ബേസ്ഡ് ഓൺ ഡിപ്പാർട്ട്മെന്റ് എന്ന ഈ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും 5 ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുക. ആ 5 ഡിപ്പാർട്ട്മെന്റിനും പല വക എക്സ്പെൻസസ് ഉണ്ടാവും. അതിനെയാണ് ഓവർ ഹെഡ്സ് ബേസ്ഡ് ഓൺ ഡിപ്പാർട്ട്മെന്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് type is factory expenses or factory overhead. Second one, administrative expenses. Third one, selling overhead. Fourth one, distribution overhead. Fifth one, research and development overhead അല്ലെങ്കിൽ R&D overhead. അപ്പോൾ ഈ ഓരോ ഓവർഹെഡും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫാക്ടറി ഓവർഹെഡ്, പേരിൽ തന്നെ അതിന്റെ മീനിങ് ഉണ്ട്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസിൽ ഒരു ഫാക്ടറിയുമായി നേരിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന എക്സ്പെൻസുകളെ പറയുന്ന പേരാണ് ഫാക്ടറി ഓവർഹെഡുകൾ. ദേ ആർ കോൾഡ് ആസ് പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് ഓവർഹെഡ്, ഫാക്ടറി ഓൺ കോസ്റ്റ് ഓർ വർക്ക് ഓൺ കോസ്റ്റ്. അതിന്റെ എക്സാമ്പിൾസ് ആയിരിക്കാൻ നോക്കാം. ബിൽഡിംഗ് എക്സ്പെൻസസ് സച്ച് ആസ് റെന്റ്, റിപ്പയർ ചാർജസ്. ബിൽഡിങ്ങിന് ചെലവാക്കുന്ന പൈസ റെന്റ് ആവാം, റിപ്പയർ ചെയ്യാനുള്ള പൈസ ആവാം, അവയെല്ലാം ഫാക്ടറി ഓവർഹെഡിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഷുറൻസ് പ്രീമിയം, ചില സമയത്ത് ഒരു ഇൻഡസ്ട്രിയിൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും, കവറേജ് എടുത്തിട്ടുണ്ടാവും, അപ്പൊ അതിനു വേണ്ടി ഒരു പൈസ ചെലവുണ്ട്, അവയെല്ലാം ഫാക്ടറി ഓവർഹെഡിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. തേർഡ് വൺ, ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് എക്സ്പെൻസസ്. ഒരു റൂം അല്ലെങ്കിൽ ഫാക്ടറിയിലെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ലൊക്കേഷൻ ഹീറ്റ് ചെയ്യാനും ലൈറ്റ് ചെയ്യാനും ഒപ്പം തന്നെ എയർ കണ്ടീഷൻ ചെയ്യാനുമുള്ള എക്സ്പെൻസസ് ചെലവാണ്. അവയെല്ലാം ഫാക്ടറി ഓവർഹെഡിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ ഡിപ്രിസിയേഷൻ ചാർജസ്, ഒരു ഒബ്ജക്റ്റിന്റെ മൂല്യം കുറഞ്ഞു വരുന്നതിനെയാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിൽഡിംഗ് തുടങ്ങുന്ന സമയത്ത് ഒരു പൈസ ചെലവായിട്ടുണ്ടെങ്കിൽ ആ ബിൽഡിംഗ് യൂസ് ചെയ്ത് പോകുന്തോറും അതിന്റെ മൂല്യം കുറഞ്ഞു വരും. ബിൽഡിംഗ് പഴകും തോറും ആ പഴക്കത്തിനനുസരിച്ചിട്ട് ആ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറിന് കൊടുക്കുന്ന വില കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ആ കുറവ് ഒരു എക്സ്പെൻസ് ആയി കണക്കാക്കുന്നു. അത് ഫാക്ടറി ഓവർഹെഡ് എന്ന സെക്ഷനിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓവർഹെഡ്സ് ബേസ്ഡ് ഓൺ ഡിപ്പാർട്ട്മെന്റ്സിലെ സെക്കൻഡ് ഓവർഹെഡ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓവർഹെഡുകളെയാണ്, എക്സ്പെൻസസിനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഓഫീസ് റെന്റുകൾ ഉണ്ട്, ലീഗൽ എക്സ്പെൻസസ് ഉണ്ട്, പോസ്റ്റൽ ആൻഡ് ടെലിഫോൺ ബില്ലുണ്ട്, ബാങ്ക് ചാർജസ് ഉണ്ട്, റിപ്പയർ, മെയിൻ്റെനൻസ് ആൻഡ് ഡിപ്രിസിയേഷൻ ഓഫ് ഓഫീസ് ബിൽഡിംഗ്. ഓഫീസിന് കൊടുക്കുന്ന പൈസ, ഓഫീസിന് ഒരു ഓഫീസ് റൂം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാടക സ്ഥലത്താണെങ്കിൽ അവിടെ റെന്റ് കൊടുക്കേണ്ടി വരും. ആ റെന്റ്, ലീഗലായിട്ടുള്ള എക്സ്പെൻസസ്, ലീഗലായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന കോർട്ട് റൂമുകളോ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിനോ കൊടുക്കേണ്ട പൈസ എല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിലാണ് വരിക. ഒരു ഇൻഡസ്ട്രിക്ക് ചിലപ്പോൾ കേസസും കാര്യങ്ങളും നടത്താനായിട്ട് ലീഗലായിട്ട് ഒരു അഡ്വൈസർ വെക്കേണ്ടി വരും. അപ്പോൾ അയാൾ കൊടുക്കുന്ന പൈസയും അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിലാണ് വരിക. പോസ്റ്റൽ ആൻഡ് ടെലിഫോൺ ബിൽ, മാസം വരുന്ന പോസ്റ്റൽ ബില്ലുകൾ, ടെലിഫോൺ ബില്ലുകൾ, ഒപ്പം തന്നെ ഇലക്ട്രിസിറ്റി ബില്ലും. ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഓഫീസിന് വേണ്ടി മാത്രം വേണ്ട ഇലക്ട്രിസിറ്റി ബില്ലും പൊതുവെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിലാണ് ഉൾപ്പെടുത്താറുള്ളത്. ബാങ്ക് ചാർജസ്, ഒരു ബാങ്കുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ, ബാങ്കിൽ ലോണോ കാര്യങ്ങളോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസസിനാണെങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സിലാണ് ഉൾപ്പെടുത്താറുള്ളത്. റിപ്പയർ, മെയിൻ്റെനൻസ് ആൻഡ് ഡിപ്രിസിയേഷൻ ഓഫ് ഓഫീസ് ബിൽഡിംഗ്. ഓഫീസ് ബിൽഡിങ്സ്, ഒരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഓഫീസ് വേണം, അതിനൊരു റിപ്പയർ ആവശ്യമുണ്ട്, അവിടെ ഒരു ഡിപ്രിസിയേഷൻ സംഭവിക്കും ആ ഓഫീസ് ബിൽഡിങ്സിന്. അവയെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തേർഡ് വൺ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ടാണ്, മാർക്കറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. അഡ്വർടൈസിങ് ആൻഡ് പബ്ലിസിറ്റി, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം ആ പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആയി എന്ന് പറയാൻ പറ്റുകയില്ല. അത് അഡ്വർടൈസ് ചെയ്യേണ്ടി വരും, പബ്ലിസിറ്റി കൊടുത്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടി വരും. അപ്പൊ അതിനൊരു പൈസ ചെലവുണ്ട്.
അതിന് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിലാണ് ഉൾപ്പെടുത്താറുള്ളത്. ആ പൈസയെ അത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിന്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം ആ പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആവുകയില്ല. അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിന് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിന്റിംഗ് മീഡിയാസിലൂടെ കൊടുക്കാറുണ്ട്, സോഷ്യൽ മീഡിയാസിലൂടെ കൊടുക്കാറുണ്ട്, ഫേസ്ബുക്സിലൂടെ, യൂട്യൂബ് പോലെയുള്ള മറ്റ് ക്രോസ് പ്ലാറ്റ്ഫോംസിൽ ആഡായി കൊടുക്കാറുണ്ട്. ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് മീഡിയയിലൂടെ വേണമെങ്കിലും ലോഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം അതിനാവശ്യമായ പൈസകളെല്ലാം സെല്ലിംഗ് ഓവർഹെഡുകളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പിന് ഈ അഡ്വർടൈസിംഗ് സ്ട്രാറ്റജീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെന്റ് ഓഫ് സെയിൽസ് റൂം. ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ അല്ലെങ്കിൽ അതിന് അനക്സറായിട്ട് തന്നെ ഒരു സെയിൽസ് റൂം തുടങ്ങേണ്ടി വരും. അപ്പോൾ അവിടെ കൊടുക്കേണ്ടി വരുന്ന പൈസ, സെയിൽസ് റൂം തുടങ്ങാൻ ആവശ്യമായ പൈസ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൽ ആവശ്യമുള്ളതാണ്. കോസ്റ്റ് ഓഫ് ടെൻഡർ. ഒരു ഇൻഡസ്ട്രിക്ക് ചിലപ്പോൾ നിലനിന്ന് പോകാനായിട്ട് ടെൻഡേഴ്സ് വിളിച്ചെടുക്കേണ്ടി വരും. ടെൻഡേഴ്സ് ഒരു ഇൻഡസ്ട്രിയുടെ ബേസായ ഒരു ബാക്ക് ബോൺ തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി ചിലവാക്കുന്ന പൈസയെല്ലാം, കോസ്റ്റ് ഓഫ് ടെൻഡേഴ്സ് എല്ലാം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. വെയർ ഹൗസ് ചാർജ് ഫോർ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരു റൂമിൽ, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കും. അതിനെയാണ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ വെയർ ഹൗസിന് വേണ്ടി ഒരു ചാർജ് ആവശ്യമുണ്ട്. അത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൽ ഉൾപ്പെടുത്താറുള്ളത്. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്തൊരു ഏരിയയാണ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ്. പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമായില്ല, അത് റിക്വയർഡ് ആയ പ്ലേസിലേക്ക് എത്തിക്കേണ്ടി വരും. അപ്പം അതിന് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് വർക്കേഴ്സിന് ആവശ്യമുണ്ട്. ഒപ്പം തന്നെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് മെഷീൻസും ആവശ്യമുണ്ട്. നമ്മൾ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൽ പഠിച്ച ഫോർക്ക് ലിഫ്റ്റ് ട്രക്കുകൾ, ക്രെയിനുകൾ, ഹോയിസ്റ്റുകൾ, ഇവയെല്ലാം മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യാനും ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനുമുള്ള എക്യുപ്മെന്റ്സ് ആണ്. ഇവയ്ക്കെല്ലാം ഒരു പൈസ ചിലവുണ്ട്. അവയെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്ന സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മെയിൻ്റനൻസ് ഓഫ് വെഹിക്കിൾസ്. അതിനാവശ്യമായ മെയിൻ്റെനൻസ്, ആ ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ വേണ്ടി ആവശ്യമായ വെഹിക്കിൾസിന് മെയിൻ്റെനൻസ് പീരിയോഡിക്കലായിട്ട് ചെയ്യേണ്ടി വരും. അതിനാവശ്യമായ പൈസയെല്ലാം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഇൻഡസ്ട്രിയിലെ ഭാഗമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിവിഷനാണ് R&D എന്ന് വെച്ചാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ആ R&D ഡിവിഷനിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് ചെലവുകൾ ആവശ്യമായി വരും. അവയാണ് R&D ഓവർഹെഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓവർഹെഡ് ഇൻകേർഡ് ഡ്യൂ ടു റിസർച്ച് ടു പ്രൊഡ്യൂസ് ഇംപ്രൂവ്ഡ് പ്രൊഡക്റ്റ്, മെത്തേഡ് ഓർ ന്യൂ പ്രൊഡക്റ്റ്. ഒരു ഇൻഡസ്ട്രിയിൽ പുതുതായ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഉള്ള പ്രൊഡക്റ്റിനെ തന്നെ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ പുതിയൊരു മെത്തേഡ് കണ്ടുപിടിക്കാനോ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അത് R&D ഓവർഹെഡിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ R&D എന്നുള്ള ഡിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിവിഷനാണ്. കാരണം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന ഒരു ഏരിയ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെയുള്ള മാർക്കറ്റുമായി ആ ഇൻഡസ്ട്രിക്ക് നിലനിന്ന് പോകാൻ പറ്റുകയുള്ളൂ. മാർക്കറ്റിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതിയ മോഡലിലുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഡിസൈനിൽ ചേഞ്ച് വരുത്തേണ്ടി വരും. R&D ഡിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ചേഞ്ചസ് ഒരു ഇൻഡസ്ട്രിയിൽ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. R&Dക്ക് വേണ്ടി ചെലവാക്കുന്ന പൈസകളെല്ലാം R&D ഓവർഹെഡ് അല്ലെങ്കിൽ R&D എക്സ്പെൻസസ് എന്നാണ് പറയാറുള്ളത്. എലമെന്റ്സ് ഓഫ് കോസ്റ്റിൽ അടുത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കോസ്റ്റ് സ്ട്രക്ചർ. അപ്പോൾ എലമെന്റ്സ് ഓഫ് കോസ്റ്റും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും എക്സാമിന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ചോദിക്കുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ് കോസ്റ്റ് സ്ട്രക്ചർ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. കോസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും കോസ്റ്റിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ്. ഇതിൽ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ചില ഫീച്ചേഴ്സ് കിട്ടും, വേറെ ചില കോസ്റ്റ് സ്ട്രക്ചേഴ്സ് കിട്ടും. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൈം കോസ്റ്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കോസ്റ്റിനെയും ഡയറക്റ്റ് ലേബർ കോസ്റ്റിനെയും ഡയറക്റ്റ് എക്സ്പെൻസസ്, 3 ഡയറക്റ്റ് കോസ്റ്റുകൾ. ഡയറക്റ്റ് കോസ്റ്റുകളെല്ലാം ആഡ് ചെയ്ത് കിട്ടുന്ന കോസ്റ്റിനെയാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈം കോസ്റ്റിന്റെ വേറൊരു പേരാണ് ഡയറക്റ്റ് കോസ്റ്റ്. സെക്കൻഡ് വൺ ഈസ് ഫാക്ടറി കോസ്റ്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രൈം കോസ്റ്റ് ആൻഡ് ഫാക്ടറി എക്സ്പെൻസസ്. പ്രൈം കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കോസ്റ്റുകൾ. ആ ഡയറക്റ്റ് കോസ്റ്റിന്റെ ഒപ്പം ഫാക്ടറി എക്സ്പെൻസും കൂടി ആഡ് ചെയ്താൽ അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതിനെയാണ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്.
Prime cost plus factory expenses or factory overhead will give factory cost. Third one, office cost. It consists of factory cost and administrative expenses. Office cost എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറി കോസ്റ്റിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിന്റെയും സമ്മാണ്. ഓൾറെഡി ഫാക്ടറി കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റിന്റെയും ഫാക്ടറി എക്സ്പെൻസസിന്റെയും സമ്മാണ്. അപ്പോൾ പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി എക്സ്പെൻസസ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആണ് ആക്ച്വലി ഓഫീസ് കോസ്റ്റ്. ഈ പ്രൈം കോസ്റ്റ് എന്ന കൺസെപ്റ്റ് ആണെങ്കിലും ഫാക്ടറി കോസ്റ്റ് എന്ന കൺസെപ്റ്റ് ആണെങ്കിലും ഓഫീസ് കോസ്റ്റ് എന്ന കൺസെപ്റ്റ് ആണെങ്കിലും ഒരു ഇൻഡസ്ട്രിയുടെ ബേസ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഒപ്പം തന്നെ നമുക്ക് എടുക്കാനുള്ള അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ സ്ട്രക്ചറാണ് കോസ്റ്റ് ലാഡർ. അപ്പോൾ കോസ്റ്റ് ലാഡർ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് കോസ്റ്റ് സ്ട്രക്ചർ ഓർ ലാഡർ ഓഫ് കോസ്റ്റ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത കോസ്റ്റുകളെല്ലാം ഒരു ലാഡർ പോലെ ഉള്ള ഒരു അറേഞ്ച്മെന്റ് ആയി റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു റെപ്രസെന്റേഷനെ പറയുന്ന പേരാണ് കോസ്റ്റ് ലാഡർ അല്ലെങ്കിൽ ലാഡർ ഓഫ് കോസ്റ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, പ്രൈം കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. പ്രൈം കോസ്റ്റിനെ പറയുന്ന വേറൊരു പേരാണ് ഡയറക്റ്റ് കോസ്റ്റ്. ഇറ്റ് ഈസ് എ സം ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇവ മൂന്നും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിന്റെ ഒപ്പം ഫാക്ടറി ഓവർ ഹെഡ് കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഫിഗറിലേക്ക് ശ്രദ്ധിക്കുക, ഇവിടെ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ കോസ്റ്റുകൾ ആഡ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് തന്നെ ലാഡർ എന്ന് പറയുന്നത്, കോസ്റ്റ് ലാഡർ എന്ന് പറയുന്നത്. ഈ പ്രൈം കോസ്റ്റിനൊപ്പം ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്താലാണ് ഫാക്ടറി കോസ്റ്റ് കിട്ടുക. ഈ ഫാക്ടറി കോസ്റ്റിനൊപ്പം അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡുകൾ ആഡ് ചെയ്യുമ്പോഴാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് കിട്ടുക. പ്രൊഡക്ഷൻ കോസ്റ്റിനെ പറയുന്ന വേറൊരു പേരാണ് ഓഫീസ് കോസ്റ്റ്. പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ ഒപ്പം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡുകൾ, അത് ചിലപ്പോൾ സെല്ലിംഗ് മാത്രമേ ഉണ്ടാവാറുള്ളൂ, ചിലപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡേ ഉണ്ടാവാറുള്ളൂ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് അല്ലെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിനൊപ്പം പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് സെല്ലിംഗ് കോസ്റ്റ് കിട്ടുക. സെല്ലിംഗ് കോസ്റ്റിനെ തന്നെ ചിലപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്നും പറയാറുണ്ട്. സെല്ലിംഗ് കോസ്റ്റിന്റെ ഒപ്പം ഡിസ്കൗണ്ടും കൂടി ആഡ് ചെയ്ത ശേഷമാണ് മാർക്കറ്റ് പ്രൈസ് ഡിസൈഡ് ചെയ്യാറുള്ളത്. അപ്പൊ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട് എന്ന എമൗണ്ട് റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലിംഗ് കോസ്റ്റ് ആക്ച്വലി എത്രയാണെന്ന് കിട്ടും. അപ്പൊ മാർക്കറ്റ് പ്രൈസ് ഒരു കമ്പനി ഡിസൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡിസൈഡ് ചെയ്യുമ്പോൾ അവിടെ ഡിസ്കൗണ്ട് എന്നുള്ള വാല്യൂ കൂടി ആഡ് ചെയ്തിട്ടുണ്ടാവും. ഡിസ്കൗണ്ട് കൂടി കൊടുത്തതിന് ശേഷമായിരിക്കും എക്സാക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് റിഡ്യൂസ് ചെയ്യുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിലും ഈ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എന്നുള്ള വാല്യൂ ഉണ്ടാവാറില്ല. അപ്പോൾ പ്രൈം കോസ്റ്റിന്റെ ഒപ്പം ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോഴാണ് ഫാക്ടറി കോസ്റ്റ് കിട്ടുക. ആ കേസിന്റെ ഒപ്പം അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂ 0 ആണ്. അതിന്റെ അർത്ഥം ഫാക്ടറി കോസ്റ്റും ഈ സെയിം ആസ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റും പ്രൊഡക്ഷൻ കോസ്റ്റും സെയിം ആവും എപ്പോഴാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് 0 ആവുന്ന സമയത്ത്. സിമിലർലി ചില സമയത്ത് സെല്ലിംഗ് ഓവർ ഹെഡുകൾ ഉണ്ടാവാറില്ല. ആ സമയത്ത് പ്രൊഡക്ഷൻ ഓവർ കോസ്റ്റിനൊപ്പം 0 എന്നുള്ള വാല്യൂ ആഡ് ചെയ്താൽ ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നു. ആ സമയം സെല്ലിംഗ് ഓവർ ഹെഡ് ഇല്ല എന്നുള്ളതിന്റെ മീനിങ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഈസ് സെയിം ആസ് ടോട്ടൽ കോസ്റ്റ്. ഈ കാണിച്ചിരിക്കുന്ന റെപ്രസെന്റേഷനെ കോസ്റ്റ് ലാഡർ എന്ന് പറയും. ഈ കോസ്റ്റ് ലാഡറിൽ തന്നെ ഒന്നിലധികം ഇക്വേഷൻസ് നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇക്വേഷൻസ് ഉണ്ടാക്കി പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം ഈ കോസ്റ്റ് ലാഡറിന്റെ അറേഞ്ച്മെന്റ് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതാണ്. ഈ കോസ്റ്റ് ലാഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയറിലെ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കോസ്റ്റ് ലാഡറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കോസ്റ്റ് ലാഡർ വെച്ചുള്ള പ്രോബ്ലംസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് ലാഡറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മോഡ്യൂൾ 4 പാർട്ട് 3 എന്ന വീഡിയോ ഓൺലൈൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.